السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. നമ്മുടെ വിഷയം എന്നുള്ളത് ദ റോൾ ഓഫ് ലോജിക് ഇൻ ഉസൂൽ ഫിഖ്, ഇമാം അൽ ഗസാലി പെർസ്പെക്റ്റീവ് ആൻഡ് സ്കോളർലി ക്രിറ്റിസിസം എന്നുള്ളതാണ്. അതായത് ലോജിക്, മൻതിഖ്, നമ്മളെല്ലാവരും പഠിച്ച ആളുകളാണ് മൻതിഖ് എന്താണെന്നുള്ളത്. അപ്പൊ മൻതിഖിന്റെ ഉസൂൽ ഫിഖുമായിട്ടുള്ള ബന്ധം എന്താണ്? അതുപോലെ തന്നെ ഇമാം ഗസാലി തങ്ങളുടെ ഒരു വീക്ഷണത്തിൽ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഉസൂൽ ഫിഖഹിലേക്ക് ലോജിക്കിനെ, മൻതിഖിനെ ചേർത്തിയിട്ടുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു പഠനത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു പ്രവർത്തനം ചെയ്തത് കാരണത്താൽ പല പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നും ക്രിറ്റിസിസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കൂടി നമ്മൾ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ഒരു പണ്ഡിത സമൂഹം എന്ന നിലക്ക്, ഒരു അക്കാഡമിക് സമൂഹം എന്ന നിലക്ക് എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ നമ്മൾ കാണേണ്ടത് എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, പുതിയ കാലഘട്ടത്തിൽ ലോജിക്ക്, അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മളെ സിലബസിലും മറ്റൊക്കെ ലോജിക്ക് ഒഴിവാക്കണോ, അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലോജിക്കിന്റെ കൂടുതൽ പ്രാധാന്യം മനസ്സിലാവുന്നതിന് വേണ്ടി കൂടി നമുക്ക് ഈ ഒരു പഠനത്തെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലോജിക്കിന്റെ, അതായത് ഇമാം ഗസാലി തങ്ങളുടെ ഒരു ബയോഗ്രഫിയെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആണ്. നമ്മളെല്ലാവരും പല സമയത്തായിട്ട് കേട്ട ആളുകളാണ്. അദ്ദേഹത്തിന്റെ പേര് എന്നുള്ളത് അൽ ഇമാം മുഹമ്മദ് ബിൻ അഹ്മദ് അത്തൂസി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. മുഴുവൻ നാമം എന്നുള്ളത് അൽ ഇമാം മുഹമ്മദ് ബിൻ അഹ്മദ് അത്തൂസി എന്നുള്ളതാണ്. അദ്ദേഹത്തെ അബു ഹാമിദ് അൽ ഗസാലി അല്ലെങ്കിൽ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. തൂസ് എന്ന് പറയുന്ന പേർഷ്യയിലുള്ള തൂസിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ആ തൂസിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടാണ് അത്തൂസി എന്നുള്ള അദ്ദേഹത്തിന്റെ പേരിൽ അത്തൂസി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 450 ഹിജ്റയിലാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ജനിക്കുന്നത്. ഗസാലി എന്ന പേര് വരാൻ കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഗസല്, അതായത് നെയ്ത്ത്, അത്തരം ജോലികളിൽ ഏർപ്പെട്ട ആളായിരുന്നു. വളരെ ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ള ജീവിതമാണ്, ജീവിത ചുറ്റുപാടിലൂടെയാണ് അദ്ദേഹം ജീവിച്ച് തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം പഠനത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ, ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നത്. ആ സമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്, ഞാൻ ഇൽമ പഠിച്ചത് അള്ളാഹുവിന് വേണ്ടി അല്ലായിരുന്നു. അതായത് ഭക്ഷണത്തിനോ മറ്റോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇൽമ പഠിക്കാൻ പോയത്. പക്ഷെ ഫഅബ അയ്യകൂന ഇല്ലാ ലില്ലാ, ആ ഇൽമ എന്നുള്ളത് അള്ളാഹുവിനല്ലാതെ ആവാൻ അത് വിസമ്മതിച്ചു. അത് അള്ളാഹുവിന് വേണ്ടിയായി തീർന്നു എന്നർത്ഥം ആ ഇൽമ എന്നുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നൊക്കെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനും മറ്റൊക്കെ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം അദ്ദേഹം നേടുന്നത് തൂസിൽ തന്നെയുള്ള അബു നസ്ർ അൽ ഇസ്മായിലി എന്ന് പറയുന്ന പണ്ഡിതന്റെ അടുക്കൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക പ്രൈമറി എഡ്യൂക്കേഷൻ അദ്ദേഹം ഏൺ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നിന്നും പഠനത്തിന് ശേഷം അദ്ദേഹം യഥാർത്ഥത്തിൽ അദരി അഫിഷരി എന്ന് പറയുന്ന ഇസ്ബഹാനിയുടെ കിതാബും മറ്റൊക്കെ പഠിച്ച് അതിൽ താലീഖാത്തുകൾ അദ്ദേഹം നമുക്കറിയാവുന്നതാണ്. താലീഖാത്തുകൾ എഴുതും. പഠിക്കുന്ന കുട്ടികൾ ലെക്ചറിങ് നോട്ട്സ്, ആ നോട്ട്സും മറ്റൊക്കെ ആയിട്ട് അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുന്ന സമയത്ത് ഒരു കള്ളൻ അദ്ദേഹത്തിന്റെ ഈ ഭാണ്ഡക്കെട്ടുകൾ, ഈ താലീഖാത്ത് മറ്റൊക്കെ എഴുതിയിട്ടുള്ള ഭാണ്ഡക്കെട്ടുകൾ കളവ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ആ സമയത്താണ് അദ്ദേഹം കള്ളനോട് തിരിച്ച് ചോദിക്കുന്ന ഒരു മറുപടിയാണ്, ചോദിക്കുകയാണ്, എന്റെ ഈ ഭാണ്ഡക്കെട്ട്, എന്റെ ഈ താലീഖാത്ത് എനിക്ക് തരണം. കാരണം എന്റെ ഇൽമ, എന്റെ അറിവെല്ലാം അതിലാണുള്ളത്. അതുകൊണ്ട് എനിക്കത് തിരിച്ചു തരണം എന്ന് പറയുന്ന സമയത്ത് ആ കള്ളൻ അദ്ദേഹത്തോട്, ഇമാം ഗസാലിയോട് പറയുന്ന ഒരു സംസാരമുണ്ട്. നിന്റെ ഇൽമ എന്ത് ഇൽമാണ്? ഞാൻ എടുക്കുമ്പോഴേക്ക് പോകുന്ന ഒരു ഇൽമ്. ആ സമയത്താണ് അദ്ദേഹത്തിന് ഹെഫ്ലിന്റെ പ്രാധാന്യം, എത്രത്തോളമാണ് ഹെഫ്ലിന് പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഹെഫ്ല് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പഠിച്ച അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള താലീഖാത്തുകളും മറ്റൊക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഏകദേശം ഒരു 3 വർഷത്തോളമാണ് എടുത്തത്.
പിന്നീട് ആ 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നിസാമിയ മദ്രസയിലേക്ക് പോവുകയാണ്. ഇമാം അൽ ഹറമൈൻ അൽ ജുവൈനി, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഉസ്താദാണ് ഇമാം അൽ ഹറമൈൻ അൽ ജുവൈനി എന്ന് പറയുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഇമാം ഷാഫി മദ്ഹബിലെ വലിയ ഇമാമായിട്ടുള്ള ഇമാം ജുവൈനി തങ്ങളുടെ അടുക്കലാണ് അദ്ദേഹം പിന്നീട് പഠിക്കുന്നത്. ഇമാം ഹറമൈനി തങ്ങളുടെ അടുക്കൽ നിന്നാണ് അദ്ദേഹം വലിയ എത്രത്തോളം ബഹർ വിഷയങ്ങളിലൊക്കെ ഒരു കടൽ എന്നുള്ള രൂപത്തിൽ ആ രൂപത്തിൽ വളരുന്നത് ഇമാം അൽ ഹറമൈനി തങ്ങളുടെ അടുക്കൽ നിന്നാണ്. ഇമാം സുബ്കി തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എല്ലാ വിഷയത്തിലും ഇത്തഖാനാവുന്നത് ഇമാം ജുവൈനി തങ്ങളുടെ അടുക്കൽ നിന്നാണ്. ഫൽസഫയിലും മൻതിഖിലും ജദലിലും ഫിഖഹിലും എല്ലാ വിഷയത്തിലും അദ്ദേഹം വലിയ ഉന്നതിയിലേക്ക് എത്തുന്നത് ഇമാം ഹറമൈനി തങ്ങളുടെ അടുക്കൽ വെച്ചിട്ടാണ്. ഈ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഉസൂൽ ഫിഖിലെ ആദ്യ ഗ്രന്ഥമായിട്ടുള്ള അൽ മൻഹൂൽ എന്ന് പറയുന്ന കിതാബ് തന്റെ ഉസ്താദിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അൽ മൻഹൂൽ എന്ന് പറയുന്ന കിതാബ് രചിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 10 വർഷക്കാലമാണ് അദ്ദേഹം ഇമാം ജുവൈനി തങ്ങളുടെ അടുക്കൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നത്. അങ്ങനെ ഈ 10 വർഷത്തിന് ശേഷം ഏകദേശം 28 വയസ്സുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു, നമ്മൾ ഇപ്പോ പറയുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു PhD ആ ഒരു ലെവലൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുകയും മാസ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ജോയിൻ ചെയ്യുകയും, അതായത് അവിടുത്തെ രാജാക്കന്മാരും മറ്റൊക്കെയാണ്. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ അടുക്കൽ വലിയ വലിയ പണ്ഡിതന്മാരും മറ്റൊക്കെ ഉണ്ടാകും. അപ്പൊ വലിയ വലിയ പണ്ഡിതന്മാർ ഉണ്ടാകുന്ന സമയത്ത് ഈ എല്ലാ രാജാക്കന്മാർക്ക് അവരുടെ അടുക്കലേക്ക് എല്ലാ പണ്ഡിതന്മാരും വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ രാജ്യസന്നദ്ധിയിൽ വലിയ പണ്ഡിതന്മാരുണ്ടാവുക, അവർ വലിയ ചർച്ചകൾ നടത്തുക, ഡിബേറ്റുകൾ നടത്തുക, അത്തരം കാര്യങ്ങൾക്ക് അവരുടെ ആ ഒരു ഫഖ്ർ കാണിക്കുന്ന കാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ രാജാവ് അദ്ദേഹത്തെ ബഗ്ദാദിലെ നിലാമിയ മദ്രസയിലെ ഒരു പ്രിൻസിപ്പാൾ, അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടക്കാരനായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയാണ്. അങ്ങനെ ബാഗ്ദാദിൽ നിൽക്കുന്ന സമയത്താണ്, ബാഗ്ദാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ വലിയ പട്ടണമാണ്, ലോകത്തിലെ എല്ലാവരും വരുന്ന വലിയ പട്ടണമായിരുന്ന ബാഗ്ദാദിലാണ് യഥാർത്ഥത്തിൽ ഫൽസഫയിലും ഫിലോസഫിയിലും ഒക്കെയുള്ള വലിയ ഗ്രന്ഥങ്ങളൊക്കെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ മൻതിഖിലും മറ്റൊക്കെയുള്ള കിതാബുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ബഗ്ദാദിൽ വെച്ചിട്ടാണ് ഇതെല്ലാം വായിക്കുന്നത്. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം ഹിജാസിലേക്ക്, ദിമിഷ്കിലേക്ക്, അതുപോലെ തന്നെ ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം മിസ്രിലുള്ള അലക്സാണ്ട്രിയയിലേക്ക് എല്ലാം പോകുന്നുണ്ട്. പിന്നീട് തൂസിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഈ രൂപത്തിലുള്ള വലിയൊരു വിശാലമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഇതാണ് വളരെ ഒരു ഹ്രസ്വമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച്, കരിയറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. കാരണം നമ്മളുടെ പഠനം എന്നുള്ളത് ഉസൂൽ ഫിഖിലെ പഠനമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉസൂൽ ഫിഖിലുള്ള ഫേമസ് ആയിട്ടുള്ള വർക്കുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഹ്ദീബുൽ ഉസൂൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ ഉസൂൽ ഫിഖിലുള്ള ഒരു വർക്ക്. അദ്ദേഹത്തിന് ഏകദേശം ഒരു 5 വർക്കുകളാണ് ഉസൂൽ ഫിഖിൽ ഉള്ളത്. അടുത്ത കിതാബാണ് അദ്ദേഹത്തിന് അൽ അസാസ് ഫിൽ ഖിയാസ് എന്ന് പറയുന്ന ഒരു കിതാബ്. അൽ അസാസ് ഫിൽ ഖിയാസ് എന്ന് പറയുന്ന ഒരു കിതാബാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നീടുള്ളതാണ് അൽ മൻഹൂൽ എന്ന് പറയുന്ന മറ്റൊരു കിതാബ്. പിന്നീട് അദ്ദേഹത്തിനുള്ള വേറൊരു കിതാബാണ് ഷിഫാ ഉൽ ഖലീൽ എന്ന് പറയുന്ന കിതാബ്. പിന്നീട് അദ്ദേഹത്തിന്റെ വലിയ, നമ്മളൊക്കെ എല്ലാവരും ഇമാം ഷാഫി മദ്ഹബിലെ ഏറ്റവും വലിയ ഒരു ഉസൂലിന്റെ ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്ന കിതാബാണ് കിതാബുൽ മുസ്തസ്ഫ കിതാബ്. ഇത്തരം അതിൽ കേൾക്കുന്നുണ്ടോ? മാറികളാ മാറ്റി മാറിയോ? കണ്ടില്ല? ഞാൻ ഇതിൽ മാറ്റിയിരിക്കണ, പക്ഷെ എന്താന്ന് അറിയില്ല. അപ്പൊ അടുത്തതാണ് ഉസൂലിലുള്ള ഗ്രന്ഥമാണ് ഈ 5 കിതാബുകൾ. തഹ്ദീബുൽ ഉസൂല്, അൽ അസാസ് ഫിൽ ഖിയാസ്, അൽ മൻഹൂൽ, ഷിഫാ ഉൽ ഖലീൽ, കിതാബുൽ മുസ്തസ്ഫ. ഇതില് 3 കിതാബുകളും, അല്ലെങ്കിൽ ഏകദേശം അൽ അസാസ് ഫിൽ ഖിയാസ് എന്ന് പറയുന്ന കിതാബും ഷിഫാ ഉൽ ഖലീൽ എന്ന് പറയുന്ന കിതാബും, ഇതെല്ലാം ഖിയാസുമായി ബന്ധപ്പെട്ട ഖിയാസിലുള്ള ചർച്ചകളാണ് കൂടുതലായിട്ട് ഈ കിതാബുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം ഈ ലോജിക്കിനെ കുറിച്ച്. നമ്മൾ അടുത്ത് മൻതിഖിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഉസൂലും മൻതിഖുമാണ് നമ്മളെ വിഷയം. അപ്പൊ അതിലേക്കുള്ള ഒരു തുടക്കമാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഒരു ലോജിക്കിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സ്റ്റോയിക്കിന്റെ ലോജിക്കും, രണ്ടാമത്തെ അരിസ്റ്റോട്ടലിന്റെ ലോജിക്കും. സ്റ്റോയിക്കിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസ് ഡിനോട്ട്സ് ഇറ്റ്സ് ഒബ്ജക്ട് അനലിറ്റിക്കലി ആൻഡ് കംപ്ലീറ്റ്ലി. ഒരു വിഷയത്തിനെ അതിനെ അനലിറ്റിക്കലായിട്ട് കാണുക, കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതിനാണ് സ്റ്റോയിക്കിന്റെ ലോജിക്ക്. നമ്മളിവിടെ നോക്കുന്നത് അരിസ്റ്റോട്ടലിന്റെ ലോജിക്കാണ്. അതായത് ഡെഫിനിഷൻ സ്റ്റേറ്റ്സ് ദ എസൻസ് ഓഫ് തിങ്. ഒരു വസ്തുവിന്റെ എസൻസ്, അതായത് മാഹിയത്ത് വ്യക്തമാക്കുക. ഇനി ഇസ്ലാമിക് ലോജിക്കൽ ടെക്സ്റ്റുകൾ, അതായത് ഇസ്ലാമിലെ മൻതിഖിന്റെ ടെക്സ്റ്റുകൾ നമുക്കറിയാം തസവ്വുറാത്തും തസ്ദീഖാത്തുമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ടാവുക. കൺസെപ്ഷൻസ് ആൻഡ് അസേർഷൻസ്, അതായത് ഈ തസവ്വുറാത്ത് എന്നുള്ള കൺസെപ്ഷൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ് മഫ്ഹൂം, അതിന്റെ മിസ്ദാഖ്, അതുപോലെ തന്നെ കുല്ലി, പിന്നെ എങ്ങനെയാണ് ഒരു താരിഫാത്തുകൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതാണ് ഈ തസവ്വുറാത്തുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത്. എങ്ങനെയാണ് ഒരു നല്ല താരീഫ് അല്ലെങ്കിൽ ഒരു ഹദ് എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കേണ്ടത് എന്നുള്ളത് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ നമ്മൾ പറയുന്ന അരിസ്റ്റോട്ടലിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഇസ്ലാമിക് ഫിഖ്ഹുകൾ പറയുന്ന ഏരിയ എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഹദ്, അപ്പോ എത്രത്തോളമാണ് ഈ ഹദ്ദുകൾ അല്ലെങ്കിൽ തസവ്വുറാത്തിന്റെ മേഖലയിൽ എങ്ങനെയാണത് ഉസൂൽ ഫിഖ്ഹിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിയാ. അപ്പോ ഇതിൽ നമ്മൾ നോക്കാണ് അരിസ്റ്റോട്ടലിന്റെ നോക്കാം. ഓക്കെ, അപ്പൊ തസവ്വുറാത്തും തസ്ദീഖാത്തുമാണ് ഇതിലെ മെയിൻ വിഷയം എന്നുള്ളത്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അതായത് എല്ലാവർക്കും അറിയണ്ടാവും തസവ്വുറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരിഫുകൾ എങ്ങനെയാണ് റെഡിയാക്കേണ്ടത്, ഏത് രൂപത്തിലാണ് നമ്മൾ, അതായത് ഒരു ഫസില്, അത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച ആളുകൾ തന്നെയാണ്. പിന്നെ തസ്ദീഖാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖളിയ എങ്ങനെ രൂപപ്പെടുത്തണം, ആ ഖളിയക്ക് അനുസരിച്ചിട്ട് ലാസ്റ്റ് ഇസ്തിദ്ലാല്, ആ ഖളിയെ ഉപയോഗിച്ചിട്ട് എങ്ങനെ തെളിവ് പിടിക്കാം, ഖിയാസും ഇസ്തിഖ്റാവും, ഈ രൂപത്തിലാണ് നമ്മുടെ മൻതിഖിന്റെ കിതാബുകൾ ഉള്ളത്. ഇനി ഇമാം ഗസാലിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇമാം ഗസാലി തങ്ങളാണ് ഒരു മിനിറ്റ് ഉണ്ട്, ഇതില് ഒരു ചെറിയൊരു ഇതുണ്ട്, അതുകൊണ്ടാണ്. ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലേ. അങ്ങനെ ഒക്കെ അല്ലെ, ഇനി ഉള്ളു പോകണ്ടല്ലേ. അപ്പൊ ഇമാം ഗസാലി തങ്ങൾ അദ്ദേഹത്തിന്റെ ഓക്കെ അല്ലെ, നമുക്ക് തുടക്കണ്ടില്ലേ. അപ്പൊ ഇനി മുസ്തസ്ഫ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ മുസ്തസ്ഫയുടെ മുഖദ്ദിമ പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം മൻതിഖിനെ കുറിച്ചാണ് പറയുന്നത്. മൻതിഖിന്റെ ഹദ് എങ്ങനെയാണ് ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കേണ്ടത്, അത്തരം രൂപങ്ങളാണ് ആദ്യം പറയുന്നത്. അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയൊരു അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഷർത്ത് എന്നുള്ളത്, ഒരാൾ മുജ്തഹിദ് ആവണമെങ്കിൽ അദ്ദേഹം ലോജിക്കൽ മാസ്റ്റർ ചെയ്യണം. അതായത് ഇജ്തിഹാദിന്റെ ഒരു ഷർത്തായിട്ടാണ് അദ്ദേഹം മൻതിഖിനെ കാണുന്നത്. മൻതിഖ് അറിയണം എന്നത് മുജ്തഹിദിന്റെ ഷർത്തായി അദ്ദേഹം കാണുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നതാണ് ഒരാൾക്ക് ഇൽമിൽ സിഖത്ത് ഉണ്ടാവണമെങ്കിൽ മൻതിഖ് അറിയണമെന്നും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഇനി ഉസൂൽ ഫിഖിന്റെ ഒരു തുടക്കം വളരെ സിമ്പിൾ ആയിട്ട് പോവുകയാണ്. ഇമാം ഷാഫി തങ്ങളാണ് യഥാർത്ഥത്തിൽ അരിസാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെയാണ് ഉസൂൽ ഫിഖ് രചിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ഇമാം ഷാഫി തങ്ങൾ ഖിയാസ് ഉപയോഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചിന്തയിലേക്ക് അരിസ്റ്റോട്ടലിന്റെ ലോജിക്കുകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം അരിസ്റ്റോട്ടലിന്റെ ഖിയാസും അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിന്റെ ഖിയാസും അല്ലെങ്കിൽ മൻതിഖുകളുടെ ഖിയാസും ഇമാം ഷാഫി തങ്ങളുടെ ഖിയാസും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നതാണ്. ഇനി ആദ്യമായിട്ട് അരിസ്റ്റോട്ടലിന്റെ ലോജിക്ക് ഉസൂൽ ഫിഖ്ഹിലേക്ക് ചേർത്തുന്നത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഏത് രൂപത്തിലാണ് അദ്ദേഹം അരിസ്റ്റോട്ടലിന്റെ ലോജിക്ക് ഉസൂൽ ഫിഖ്ഹിലേക്ക് ചേർത്തുന്നത് എന്നുള്ളത്.
അത് ആദ്യമായിട്ട് അദ്ദേഹം ചേർത്തുന്ന ഈ ഡെഫിനിഷനുകൾ ഉണ്ടാക്കുന്ന സമയത്താണ്. അതായത് നമുക്കറിയാം, ഒരു കൃത്യമായ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഹദ് എന്ന് പറയും. പുതിയ കാലഘട്ടത്തിലുള്ള മന്തിക്കുകളിൽ താരിഫ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. താരിഫുകൾ പലതരത്തിലുണ്ട്. താരിഫുകൾ മിസാൽ വെച്ച് താരിഫ് പറയും, മുതറാദിഫ് വെച്ച് താരിഫ് പറയും, ഹദ് പറയും, അല്ലെങ്കിൽ ഷർഹ് ചെയ്തുകൊണ്ട് ഹദ് പറയും, ഹഖീഖിയ ഹദ് പറയും. ഇവിടെ ഹഖീഖിയ ഹദ്ദാണ് പറയുന്നത്. കാരണം അരിസ്റ്റോട്ടലിന്റെ ഡെഫിനിഷൻ പ്രകാരം മാഹിയത്ത് എസൻസ് വ്യക്തമാക്കുന്നതിനാണ് ഹദ്ദുൽ ഹഖീഖി എന്ന് പറയുന്നത്. ഈ ഹദ്ദുൽ ഹഖീഖിയെയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഉസൂൽ ഫിഖിലേക്ക് ചേർത്തുന്നത്. അതായത് ഒരു ഡെഫിനിഷൻ ജാമിഉം മാനിയുമാവണമെങ്കിൽ ചില കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ജിൻസ്, ഫസ്ല്, അൽ ഇർദ്, അൽ ആം, ഇത്തരം കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസിലൂടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു ഹദ് ഉണ്ടാക്കാൻ സാധിക്കുക. നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് അദ്ദേഹം ഈ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് ഹദ് ഉണ്ടാക്കിയത് എന്ന്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഹദ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പറയുന്ന ഈ ഹംസത്തുൽ അഹ്കാം, അതായത് വാജിബ്, മൻദൂബ്, മുബാഹ്, മക്രൂഹ്, ഹറാം, ഈ സാധനങ്ങളുടെ ഡെഫിനിഷൻ പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ഈ അരിസ്റ്റോട്ടലിന്റെ ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇതിന് ഡെഫിനിഷൻ പറയുന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് അദ്ദേഹം ആക്സിഡൻസ് ആൻഡ് സബ്സ്റ്റൻസസ്. ഈ ആക്സിഡൻസ് ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അൽ ഇർദ് വൽ ജൗഹർ, അൽ അർള് വൽ ജൗഹർ, അർളും ജൗഹറും അറിയാവുന്ന വിഷയമാണ്. അതായത് അർള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു നിറം, അല്ലെങ്കിൽ അതിന്റെ അളവ്, അത്തരം സംഗതികളൊക്കെ, അതൊക്കെ അതിന്റെ അർളാണ്. അതായത് സ്വയമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല. വേറൊരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം സംഗതികൾക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. ജൗഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ട്, അതായത് ഇൻസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൗഹറാണ്. എന്നാൽ ബയാൽ, വെളുത്ത നിറം എന്നുള്ളത് അതിന്റെ അർളാണ്. മനസ്സിലായെന്ന് വിചാരിക്കാം. ഇനി അപ്പൊ അത് ഈ അർളിനെയും ജൗഹറിനെയും അദ്ദേഹം എടുത്തു. എന്നിട്ട് ഈ അർളിനെയും ജൗഹറുമാണ് നമ്മളുടെ ജിൻസ്. ഓക്കെ, ഇനി നമ്മൾ അതിനെ എന്താണ് നൗആക്കി പോവുകയാണ്. അപ്പൊ നമ്മൾ ഇതിനെ ആക്സിഡൻസിന് എടുത്തു. അതായത് ഇവിടെ നമ്മളുടെ വിഷയം എന്നുള്ളത് മുബാഹ്, മക്രൂഹ സംഗതികളാണ്. അപ്പൊ ഇത് അർളുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ്. അതായത് സ്വയമായിട്ട് നിലനിൽക്കൂലല്ലോ ഈ പ്രവർത്തനങ്ങൾ എന്നുള്ളത്, ഒരു മനുഷ്യനിലൂടെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് അർളാണ്. അപ്പൊ അതുകൊണ്ട് അർളിനെയാണ് നമ്മൾ എടുക്കുന്നത്, ആക്സിഡൻസിനെ. അപ്പൊ അർളിനെ എടുത്തു, അതായത് നൗ ആക്കി. ഇനി അർളിനെ തന്നെ നമുക്ക് രണ്ടാക്കി ഭാഗിക്കാൻ പറ്റുമോ? ഒന്ന് പ്രവർത്തനങ്ങളും ഒന്ന് പ്രവർത്തനങ്ങളല്ലാത്തതും, ആക്ടിങ്ങും നോൺ ആക്ടിങ്, ഫെയിലും അത് ഗൈർ ഫെയിൽ ആയിട്ടുള്ള രണ്ട് സംഗതികൾ നമ്മൾ എടുത്തു. ഇനി അടുത്തൊരു നൗ ആക്കാണ്. അടുത്ത ആണ് ഈ ഫെയില് തന്നെ മുക്കല്ലഫ് ചെയ്യുന്ന പ്രവർത്തികളും ഉണ്ടാകും, മുക്കല്ലഫ് അല്ലാത്ത ആളുകൾ ചെയ്യുന്ന പ്രവർത്തികളും. അതായത് മുക്കല്ലഫ് അല്ലാത്ത ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉസൂൽ ഫിഖുമായി ബന്ധപ്പെട്ടതല്ല. അതായത് മജ്നൂന്, സുബി, അത്തരം ആളുകൾ. അപ്പൊ നമ്മള് ഈ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് മുക്കല്ലഫിന്റെ ഫീലുകളെ എടുത്തു അടുത്ത നൗയിൽ. ഇനി നമ്മൾ അടുത്തത് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്ലാണ്. ഫസ്ല് ചെയ്യുകയാണ്. ഇതെല്ലാം അരിസ്റ്റോട്ടലിന്റെ ലോജിക്കാണ്. നമ്മൾ ഉസൂൽ മൻതിഖിൽ ഉപയോഗിക്കുന്ന അതേ ലോജിക്ക് തന്നെ, താരിഫിന്റെ അതേ ഷർത്തുകൾ തന്നെയാണ്. അപ്പൊ അടുത്തത് നമ്മൾ ചെയ്യുന്ന സമയത്ത് മുക്കല്ലഫിന്റെ ഫെയിലുകൾ എടുത്തു. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഫസൽ ചെയ്യുകയാണ്. ഓക്കെ, മൻതിഖിയ രൂപത്തിൽ. അപ്പൊ അങ്ങനെ ഫസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രൂപത്തിൽ കിട്ടും. ഒന്ന് രണ്ട് മുറജ്ജഹുകളാണ് കിട്ടുക. ഒന്ന് ഉപേക്ഷിക്കൽ റാജിഹായത്, രണ്ടാമത് ചെയ്യൽ റാജിഹായത്. അപ്പൊ ഉപേക്ഷിക്കൽ റാജിഹായ രണ്ട് സംഗതികൾ, അതായത് മക്രൂഹ്, ഒന്ന് ഹറാം. ഓക്കെ, ഉപേക്ഷിക്കൽ റാജിഹായ രണ്ട് സംഗതികൾ, അതാണ് മക്രൂഹ്, ഹറാമ്. പിന്നെ ചെയ്യൽ റാജിഹായ രണ്ട് സംഗതികൾ, അതാണ് വാജിബ്, മൻദൂബ്. പിന്നെ മുസ്തവി ആയിട്ടുള്ള, രണ്ട് സമമായിട്ടുള്ള, ഒരു സ്ഥലത്തും റാജിഹ അല്ലാത്തത്, അതാണ് ഹലാൽ. ഈ രൂപത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഡെഫിനിഷനുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കാണ്. അർളിനെയും ജൗഹറിനെയും എടുത്തു. എന്നിട്ട് അതിൽ അർളിനെ എടുത്തു. അർളിനെ രണ്ടാക്കി നൗആക്കി, ഫെയിലും ഗൈർ ഫെയിലും. ആ ഫെയില് തന്നെ മുക്കല്ലഫും ഗൈർ മുക്കല്ലഫും. ആ ഗൈർ മുക്കല്ലഫിനെ എടുത്തു. ആ മുക്കല്ലഫ് തന്നെ റാജിഹായ, തർക്കൻ റാജിഹായത്, ഫെയിലൻ റാജിഹായത്, രണ്ടും സമമായത്. ഈ രൂപത്തിലാണ് അദ്ദേഹം ഹദ്ദിനെ കൊണ്ടുവന്നത്. ഇങ്ങനെയാണ് ഉസൂൽ ഫിഖഹിൽ അദ്ദേഹം മൻതിഖ് ഉപയോഗിച്ച് അദ്ദേഹം ഹദ്ദുകൾ നിർമ്മിച്ചത്. ഇങ്ങനെ ഹദ്ദുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു ഉപകാരം, അത് ഒരിക്കലും ആ ഹദ്ദുകൾക്ക് ജാമ്യമാനിയമായിട്ടുള്ള ഹദ്ദുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മൾ ഒരു ലിംഗ്വിസ്റ്റിക് ഏരിയയിലുള്ള ഉസൂൽ ഫിഖഹിൽ എങ്ങനെയാണ്, ലിംഗ്വിസ്റ്റിക് ഏരിയയിൽ എങ്ങനെയാണ്, അതായത് ഭാഷയുമായി ബന്ധപ്പെട്ട, നമുക്കറിയാം ഉസൂൽ ഫിഖഹിലെ കിതാബുമായിട്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ലിംഗ്വിസ്റ്റിക്, അതായത് ഭാഷയുമായി ബന്ധപ്പെട്ട സംഗതികളാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ സ്ഥലത്ത് എങ്ങനെയാണ് മൻതിഖ് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ദലാലത്തുകൾ, ഒരു ഭാഷയുടെ ഒരു വാക്കിന്റെ ദലാലത്ത്,
മൂന്ന് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ജമുൽ ജവാമി അടക്കമുള്ള കിതാബുകൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് മുതാബക്ക ആയിട്ടുള്ളത്, രണ്ടാമത്തത് തളമ്മുന്, മൂന്നാമത്തെ ഇൽത്തിസാം. എന്താണ് ഈ മുതാബക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് നമ്മുടെ മൻതിഖികൾ പറയുന്ന അത് തന്നെയാണ്. അതായത് മുതാബക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട്, ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് തന്നെ, ആ ഹോൾ ഹൗസ്, അതിനാണ് മുതാബക്ക എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് തളമ്മുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ആ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ വീടിന്റെ ചില ഭാഗങ്ങൾ, ഉദാഹരണത്തിന് അതിന്റെ ചുമര്, അതിന്റെ ജനല്, അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലെങ്കിൽ അതൊക്കെ ആ വീടിനോട് തുടർന്നുണ്ടാകുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. ഇനി മൂന്നാമത്താണ് ഇൽത്തിസാം എന്ന് പറയാൻ, വീട്, ഞാൻ വീടിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ളൊരു അർത്ഥം കിട്ടും. അപ്പൊ അത് ഇൽത്തിസാമായി കിട്ടുന്നതാണ്. ഇതെല്ലാം മൻതിഖിൽ നിന്നും യഥാർത്ഥത്തിൽ കടമെടുത്തതാണ്. ഇതെല്ലാം നമുക്ക് ഖുർആൻ കിതാബിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത്, ഉസൂൽ ഫിഖഹിന്റെ ഗ്രന്ഥത്തിൽ ലുഗ വിശദീകരിക്കുന്ന സ്ഥലത്ത് മൻതിഖിൽ നിന്നും എടുത്തിട്ടുള്ള ഈ ദലാലത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത നമ്മുടെ ഒരു സംഗതിയാണ് ഖിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി എന്നുള്ളത്. അപ്പോ ഖിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി എന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇസ്ലാമിൽ അല്ലെങ്കിൽ ഫിഖഹിലെ ഏറ്റവും വലിയ ഒരു അതില്ലത്താണ് ഖിയാസ് എന്നുള്ളത്. അതിൽ ഇജ്മാലിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അനലോജി എന്നൊക്കെ പറയുന്ന ഖിയാസ് എന്നുള്ളത്. ഇനി നമ്മൾ മൻതിഖിൽ എടുത്തു നോക്കിയ നമ്മൾ പറഞ്ഞു തസവൂറാത്തും തസ്ദീഖാത്തും ഉണ്ട്. ആ തസ്ദീഖിൽ തന്നെ, അതായത് തസവൂറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിന്റെ കൺസെപ്റ്റ്. ഇപ്പോ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിഹിനിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്ന കൺസെപ്റ്റിനാണ് യഥാർത്ഥത്തിൽ തസവൂർ എന്ന് പറയാം. അപ്പൊ ആ കൺസെപ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് യഥാർത്ഥത്തിൽ താരീഫ്, ഹദ്. അതായത് നമ്മുടെ തലയിലുള്ള ഒരു താരീഫ് ഉണ്ട്, ആ താരീഫ് അല്ല ഒരു ഐഡിയ ഉണ്ട്, ആ ഐഡിയയെ ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം വളരെ കൃത്യമായ രീതിയിൽ. അപ്പൊ അതിനാണ് നമ്മൾ ഹദ്ദുകൾ ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ജിൻസും നവവും ഫസലും എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹദ് ഉണ്ടാക്കുന്നത്. അതാണ് തസവൂറിന്റെ മേഖലയിൽ സംസാരിക്കുക മൻതിഖിന്റെ. പിന്നെ രണ്ടാമത്തെ ഭാഗമാണ് തസ്ദീഖ്. ആ തസ്ദീഖിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഖളിയകൾ ഉണ്ടാക്കുക, രണ്ടാമത്തത് ഇസ്തിദ്ലാൽ. ഈ ഖളിയകൾ ഉണ്ടാക്കുന്നത് ഇസ്തിദ്ലാലിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഇസ്തിദ്ലാലിലാണ് രണ്ടെണ്ണം ഉണ്ടാവുക. ഒന്ന് ഖിയാസ്, രണ്ടാമത്തെ ഇസ്തിഖ്റാർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഉസൂൽ ഫിഖിലുള്ള ഖിയാസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നസ്, ഫർഅ്, ഹുക്ം, ഇല്ലത്ത്, ഇത്തരം രൂപത്തിലാണുള്ളത്. നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ഹുക്കുമുകളുള്ള സംഗതികൾ. ഇപ്പൊ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ എന്നുള്ളത് നസ്സാണ്. ഇനി ഫർഅ് എന്നുള്ളതാണ് നമ്മുടെ പുതിയ ജദീദായിട്ടുള്ള ഒരു മുസ്തജിദായിട്ടുള്ള ഒരു വിഷയം എന്നല്ല. ഉദാഹരണം, ഒരു മുഖദ്ദർ എടുത്തു, ഒരു ഗഞ്ച, അത്തരം സംഗതികൾ. പിന്നെ ഹുക്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഈ നസ്സിൽ പറഞ്ഞിട്ടുള്ളത്, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു. ആ ഫജ്തനിബൂഹു എന്നുള്ള അമ്രാണ്, അത് തഹരീമിന്റെ അമ്രാണ്. അപ്പൊ ഹറാം എന്നുള്ളതാണ് അതിന്റെ ഹുക്മ. ഇനി ഇല്ലത്ത് എന്താണ്? അപ്പൊ ഇസ്കാർ എന്നുള്ളതാണ് അതിന്റെ ഇല്ലത്ത്. അപ്പൊ ഇല്ലത്ത് ഒന്നായതിന്റെ പേരിൽ ഫറഇനും അതേ ഹുക്മ എടുക്കും. അപ്പൊ ഇതാണ് ഉസൂൽ ഫിഖിലുള്ള ഖിയാസ്. ഓക്കെ, ഇനി അടുത്തത് മൻതിഖിലുള്ള ഖിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്തിദ്ലാലാണ്. ഇസ്തിദ്ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തസ്ദീഖിന്റെ, അതായത് തസ്ദീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ തസവൂറാത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. തസ്ദീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം നമ്മുടെ മനസ്സിലുണ്ട്, അതായത് തസവൂർ ഉണ്ട്, ഇനി അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ വിധിക്കും. അതായത് ഒരു ഉദാഹരണത്തിന് ഇബ്രാഹിം ഷവാഫിയാണ്, അപ്പൊ ശരിയാണോ തെറ്റാണോ, ഒന്നുകിൽ ശരിയാകാം, ഒന്നുകിൽ തെറ്റാവും. അപ്പൊ ഹുക്ം വിധിക്കുന്നതിനാണ് തസ്ദീഖ് എന്ന് പറയുക. ഓക്കെ, അതാണുള്ളത്. അപ്പൊ ലോജിക്കിലുള്ള ഖിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖളിയ കുബറയും ഖളിയ സുഗറയും ഉപയോഗിച്ച് നതീജയിലേക്ക് എത്തുന്നതാണ്. ആ അതേ സംഗതി തന്നെ നമുക്ക് ഉസൂൽ ഫിഖിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകും. ഒന്നാമതാണ് ഓൾ പ്രയേഴ്സ് ഓൺ ക്യാമൽ ആർ മൻദൂബ്. അതായത് വാഹനപ്പുറത്ത്, ഇവിടെ ക്യാമൽ ഒന്നും ഉപയോഗിച്ചത് വാഹനം. അപ്പൊ വാഹനപ്പുറത്തുള്ള എല്ലാ നിസ്കാരങ്ങളും സുന്നത്തായ നിസ്കാരമാണ്. വിത്ർ എന്നുള്ളത് വാഹനപ്പുറത്താണ് നിസ്കരിച്ചിട്ടുള്ളത്, അത് ഖളിയ സുഗറയാണ്. അപ്പൊ അത് എല്ലാ നിസ്കാരവും വാഹനപ്പുറത്താണ്, അല്ല എല്ലാ സുന്നത്ത് നിസ്കാരവും വാഹനപ്പുറത്ത് നിസ്കരിച്ചിട്ടുണ്ട്. സ്വലാത്തുൽ വിത്ർ വാഹനപ്പുറത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നതീജ എന്താണ്? സ്വലാത്തുൽ വിത്ർ സുന്നത്ത് നിസ്കാരമാകുന്നു. ഇപ്പൊ ഈ രൂപത്തിലുള്ള ഇത് മൻതിഖുകളുടെ ഖിയാസാണ്. ഈ മൻതിഖുകളുടെ ഖിയാസ് നമ്മളുടെ ഉസൂൽ ഫിഖിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതായത് എല്ലാ സുന്നത്ത് നിസ്കാരവും വാഹനപ്പുറത്ത് നിസ്കരിക്കുന്നു.
സ്വലാത്തുൽ വിത്റും അള്ളാഹു റസൂൽ വാഹനപ്പുറത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി സ്വലാത്തുൽ വിത്ർ എന്നുള്ളത് വാഹനപ്പുറത്ത് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് അല്ല, സ്വലാത്തുൽ വിത്ർ സുന്നത്താണ് എന്നുള്ളത്. ഓക്കെ, ഈ രൂപത്തിലുള്ള സംഗതികളാണ് ലോജിക്ക് അല്ലെങ്കിൽ മന്ത്രത്തിൽ നിന്നും ഖിയാസായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മന്ത്രിക്കായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിനെതിരെ കൂടുതലായിട്ടുള്ള ക്രിറ്റിസിസം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ, അതായത് ലോജിക്കിൽ എന്തുകൊണ്ട് ലോജിക്കിനെ ഈ രൂപത്തിൽ ഉപയോഗിച്ചു, അതായത് മൻതിഖിനെ എന്തിനാണ് ഉസൂൽ ഫിഖ്ഹിൽ ഉപയോഗിച്ചത് എന്നുള്ള വിഷയത്തിൽ ഇമാം ഗസാലി തങ്ങൾക്കെതിരായിട്ട് കൂടുതൽ ക്രിറ്റിസിസം നേരിട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇമാം നവവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻതിഖ് എന്നുള്ളത് ഇസ്തിൻജാഇന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന പേപ്പറാണെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഇമാം ഇബ്നു സലാഹിനെ പോലത്തെ പണ്ഡിതന്മാരൊക്കെ ലോജിക് ഉപയോഗിക്കുന്നത് വളരെയധികം ഒപ്പോസ് ചെയ്ത ആളുകളാണ്. ഇനി യൂസുഫ് അൽ ദിമഷ്ഖി എന്ന് പറയുന്ന പണ്ഡിതൻ ഇമാം ഗസാലി തങ്ങളുടെ ലോജിക്, അതായത് ഇജ്തിഹാദ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇജ്തിഹാദ് ചെയ്യുന്ന സമയത്ത് ലോജിക് ഒരു ഷർത്താണ്, ഒരു കണ്ടീഷൻ ആണെന്ന് അദ്ദേഹം വെച്ചു. ആ കണ്ടീഷൻ എന്തിനാണ് വെച്ചത്? കാരണം ഇമാം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവരൊക്കെ യഥാർത്ഥത്തിൽ ഇജ്തിഹാദിന്റെ അപ്പോസ്തലന്മാരായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ലെജൻഡുകൾ, അതിന്റെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അവർ ലോജിക് ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള വലിയ പണ്ഡിതനാണ് യൂസുഫ് അൽ ദിമഷ്കി എന്ന് പറയുന്ന പണ്ഡിതൻ. പിന്നീട് ഇബ്നു തൈമിയ്യ, ഇമാം ഗസാലി തങ്ങൾ എങ്ങനെയാണോ ഫിലോസഫികളെ എതിർത്തത് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ മഖാസിദുൽ ഫലാസിഫയും തഹാഫുദുൽ ഫലാസിഫയും ഒക്കെ ആ രൂപത്തിൽ ലോജിക്കിനെ എതിർത്ത ആളാണ് യഥാർത്ഥത്തിൽ ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യയുടെ കിതാബായിട്ടുള്ള അർ-റദ്ദ് അലൽ മൻതിഖിയ്യീൻ എന്ന് പറയുന്ന കിതാബിലൂടെ അദ്ദേഹം ഈ ലോജിക്കിനെ ഈ രൂപത്തിൽ ഉപയോഗിച്ചതിന് അദ്ദേഹം വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. അതായത് മന്തിക്ക് ഒരിക്കലും ഈ ഉസൂൽ ഫിഖ്ഹിലെല്ലാം ഉപയോഗിക്കാൻ പാടില്ല. ആ ഉസൂൽ ഫിഖ്ഹിൽ ഉപയോഗിച്ചത് ഇമാം ഗസാലി തങ്ങളാണ് എന്നുള്ള രൂപത്തിലെല്ലാം അദ്ദേഹം എതിർക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കിതാബായിട്ടുള്ള അർ-റദ്ദ് അലൽ മൻതിഖിയ്യീൻ എന്ന് പറയുന്ന കിതാബിൽ. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയും അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ അതേ പാതയെ തന്നെയാണ് പിന്തുടർന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഉസ്താദായിട്ടുള്ള ഇബ്നു തൈമിയ്യയുടെ അതേ പാത, അതായത് അദ്ദേഹം ലോജിക്കിനെ കൂടുതലായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ, ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൻതിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള, ഒരു പ്രിസൈസ് ആയിട്ടുള്ള സയൻസ് അല്ല എന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതായത് അതൊരു യഥാർത്ഥത്തിൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സയൻസ് അല്ല, അത് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഫിക്ർ, നമ്മളുടെ ചിന്ത ശരിയാക്കാൻ നമ്മളുടെ എല്ലാവരുടെയും ചിന്തയിലുള്ള ഒരു സംഗതി, ഒരു വിഷയം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ലോജിക് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയുള്ള പല പണ്ഡിതന്മാരും ഇതിനെ പോസിറ്റീവായിട്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൻതിഖ് പഠിക്കൽ മുജ്തഹിദിന്റെ ഷർത്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത് അനുസരിച്ചിട്ട്. അപ്പൊ ആ രൂപത്തിൽ നോക്കുന്ന സമയത്ത് ഫർള് കിഫയായിട്ട് ഇത് വരും എന്നുള്ളത്, അതായത് നമുക്കറിയാം ഒരു മുജ്തഹിദ് ഉണ്ടാവൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഉണ്ടാവലൊക്കെ ഫർള് കിഫയാണല്ലോ. അപ്പോ ഈ രൂപത്തിൽ മൻതിഖ് പഠിക്കൽ മറ്റൊക്കെ ഫർള് കിഫയാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞ പല പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരം രൂപത്തിൽ ഫത്വകൾ കൊടുത്തിട്ടുള്ള പല ജൂറിസ്റ്റുകളും പല ഫുഖഹാക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ അദ്ദേഹം എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരിക്കലും ഫർള് കിഫയാവൂല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളുടെ പഴയകാല പണ്ഡിതന്മാരും അല്ലെങ്കിൽ പഴയകാല മദ്രസകളിലും മറ്റൊക്കെ ഈ മൻതിഖിന്റെ കിതാബുകൾ അല്ലെങ്കിൽ മൻതിഖ് പഠിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൻതിഖ് യഥാർത്ഥത്തിൽ ഫൽസഫയുടെ ഒരു ഭാഗമാണ്, ഫൽസഫന്റെ ഒരു ശാഖ സബ്ജക്റ്റ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ മൻതിഖ് ഉള്ളത്. ഓക്കെ, അപ്പോ ഈ രൂപത്തിലെല്ലാം ഇതിനെതിരെ വിമർശിച്ച ആളുകളുണ്ട്. ഇനി നമ്മള് അവസാനിപ്പിക്കുകയാണ്. അപ്പോ റിസൾട്ട്, അതായത് ഇനി എന്താണ് ഇമാം ഗസാലി തങ്ങൾ ഈ മൻതിഖിനെ കണ്ടിരുന്നത് ലോജിക് ഒരു ടൂളായിട്ട്, മൻതിഖിനെ ഒരു ആലത്തായിട്ട്, നമുക്കറിയാം നഹ്വ് പോലെ, സർഫ് പോലെ, ബലാഗ പോലെ ഒരു മൻതിഖിനെ ഒരു ടൂളായിട്ടാണ് യഥാർത്ഥത്തിൽ ഇമാം ഗസാലി തങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഉസൂൽ ഫിഖ്ഹിലുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, അതായത് ഹദ്ദുകൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
അതായത് എങ്ങനെയാണ് മുബാഹിനും മക്രൂഹിനും വാജിബിനും, അതായത് അൽ അഹ്കാം അൽ ഖംസ, ഇവക്ക് എങ്ങനെയാണ് ഇവയ്ക്ക് എങ്ങനെയാണ് താരിഫ് വെച്ചത് എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രൂപത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ് വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഖിയാസ് മൻതഖി ഖിയാസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഉസൂൽ ഫിഖ്ഹിലുള്ള മൻതഖി ഖിയാസ്, അതായത് യഥാർത്ഥത്തിൽ ഏത് രൂപത്തിൽ നമ്മുടെ ഇപ്പോ എന്താണ് എല്ലാ സുന്നത്ത് നിസ്കാരവും വാഹനപ്പുറത്ത് നിസ്കരിക്കുന്നു. വിത്തർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഖളിയ കുബ്രയാണ്, ഖളിയ സുബ്രയാണ്. വിത്തർ എന്നുള്ളത് വാഹനപ്പുറത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നതീജ, അതിന്റെ കൺക്ലൂഷൻ, അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്ത്, അപ്പോൾ വിത്തർ എന്നുള്ളത് സുന്നത്ത് നിസ്കാരമാണ് എന്നുള്ളത്. ഇത് ഖിയാസ് മൻതഖിയാണ്. ഈ ഖിയാസ് മൻതഖി അദ്ദേഹം ഉപയോഗിച്ചു. അത് വളരെ അധികം ഉസൂൽ ഫിഖ്ഹിന് മറ്റൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈ ഖിയാസ് മൻതഖിയാണ് യഥാർത്ഥത്തിൽ ഇബ്നു ഹസ്മിനെ പോലത്തെ പണ്ഡിതന്മാർ, അതായത് ലാഹിരി മദ്ഹബിലുള്ള ഖിയാസ് മൻതഖിയാണ് അദ്ദേഹത്തെ പോലത്തെ പണ്ഡിതന്മാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന അനലോജി, അതായത് ഇല്ലത്ത് കണ്ടുപിടിച്ച് ഉള്ള മൻതഖിനെയല്ല അവർ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെ ഇമാമായിട്ടുള്ള ഇമാം ദാവൂദ് ലാഹിരി, അദ്ദേഹം ഖിയാസ് ജലീനെയും ഖിയാസ് മുസാവയെയും അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇബ്നു ഹസ്മിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ രൂപത്തിലല്ല ഉള്ളത്. ഈ ഖിയാസ് മൻതഖിന്റെയും ഖിയാസ് ഉസൂലിന്റെയും രണ്ടിന്റെയും വ്യത്യാസം എന്നുള്ളത്, ഖിയാസ് ഉസൂൽ എന്നുള്ളത് എപ്പോഴും ഒരു ഖാസ്, അതായത് ഇപ്പോ ഇനമൽ ഖംറു വൽ മൈസ്റു വൽ അൻസാബ്, അത് ഖാസായ ഹുക്കുമാണ്. ഖാസിൽ നിന്നും ഒരു ആമിലേക്ക് അല്ലെങ്കിൽ ആ രൂപത്തിൽ പോകുന്നതായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഖിയാസ് മൻതഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാഷ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഖളിയ കുബ്ര, ആമിൽ നിന്നും ഖാസിലേക്ക് പോവുകയാണ് ചെയ്യുക. അതായത് ഓൾ എന്നുള്ള കുല്ല് അതിലുണ്ടാകും. ആ കുല്ലിൽ നിന്നാണ് പിന്നീട്, അതായത് ആമിൽ നിന്നാണ് പിന്നീട് ഖാസിലേക്ക് പോവുക. അതാണ് രണ്ടിന്റെയും വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഉസൂൽ ഫിഖഹിന്റെ ഡിസ്കഷൻസും മറ്റൊക്കെ കൂടുതൽ ലോജിക് ആക്കാൻ സാധിച്ചു. കുറച്ചും കൂടിയൊക്കെ പ്രിസൈസ് ആക്കിയിട്ട് പറയാനും മറ്റൊക്കെ സാധിച്ചു. ഇതെല്ലാം ഉസൂൽ ഫിഖഹിലേക്ക് മൻതഖിനെ ആഡ് ചെയ്തത് കൊണ്ട് കിട്ടിയ ഉപകാരമാണ്. ഇനി അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാം ഗസാലി തങ്ങൾ മുസ്തസ്ഫയിൽ പറയുന്നത് പോലെ മൻതഖ് കൃത്യമല്ലാത്ത ആളുകൾക്ക് അവരുടെ ഇൽമിൽ സിഖത്ത് ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞു നിർത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.